തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് പഞ്ചാംകുഴി മാവുവിള വീട്ടിൽ പ്രിയംവദയെ അയൽവാസിയായ പ്രതി വിനോദ് കൊന്നുകുഴിച്ചു മൂടിയത് മാല മോഷ്ടിക്കാനാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രതി വിനോദുമായി ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രിയംവദയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. കളവാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്തായാലും പ്രിയംവദയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല സുഹൃത്തിനൊപ്പമെത്തി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു. ഈ പണം ഉപയോഗിച്ച് ഇയാൾ കടം വീട്ടി. ധനകാര്യ സ്ഥാപനം മാല സ്റ്റേഷനിൽ ഹാജരാക്കി. വിനോദും പ്രിയംവദയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുകയും ചെയ്തു. അതേസമയം ഇവർ തമ്മിൽ ഫോൺ വിളികൾ ഉള്ളതായും വിവരങ്ങളൊന്നുമില്ല. വിനോദ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും വിനോദിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. കൊല്ലപ്പെട്ട പ്രിയംവദയുടെ മൂക്കൂത്തിയും മാലയും കാണാനില്ലെന്ന് മക്കളാണ് മൊഴി നൽകിയത്. പിന്നീട് മൂക്കൂത്തി ദേഹത്തുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പ്രിയംവദ പുറത്തു പോകുമ്പോൾ പതിവായി ഉപയോഗിച്ചിരുന്ന ചെരുപ്പും ബാഗും കൊലപാതകത്തിനു ശേഷം പ്രതി കത്തിച്ചു കളഞ്ഞിരുന്നു. പ്രിയംവദ നാട് വിട്ടുപോയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇതെല്ലാം നടത്തിയത്. പിന്നീട് ഇവ കത്തിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രിയംവദയുടെ മാലയുടെ ലോക്കറ്റ് പനച്ചമൂട്ടിലെ കടയിൽ വിറ്റെന്ന് വിനോദ് മൊഴി നൽകുകയായിരുന്നു. എന്തായാലും വിനോദിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്.